മോദിയുടെ ആവേശം? സമ്മേളനം സാധാരണ പ്രധാനമന്ത്രി ബാക്കി എവിടെ പോകുന്നത് പോലെ തന്നെ കേരളത്തിൽ വരുമ്പോഴും അദ്ദേഹത്തിന് വളരെ അധികം ഗുഡ്വില്ലുണ്ട്. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് 12% വോട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ഡബിൾ ഡിജിറ്റ് സീറ്റ് തന്നെയാണ് പ്രധാനമന്ത്രി ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള പ്രവർത്തനം പാർട്ടി വളരെ ശക്തമായിട്ട് നടത്തുന്നുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ 370-ലധികം സീറ്റ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിക്കും. 400-ലധികം NDAക്ക് ലഭിക്കും. അതിൽ നിരവധി റെക്കോർഡ് നമ്പർ ഓഫ് സീറ്റ്സ് കേരളത്തിൽ നിന്നും വളരെ വ്യക്തമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിക്കും. അതിൽ സംശയമൊന്നുമില്ല. ബിജെപി ഇതര സർക്കാരുകളെ കേന്ദ്ര സർക്കാർ വലയ്ക്കുന്നു, അല്ലെങ്കിൽ സാമ്പത്തികമായൊക്കെ അവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന പ്രചരണമാണല്ലോ കേരളത്തിലുള്ളത്. പ്രധാനമായും അവർ കണക്കുകളൊക്കെ ചൂണ്ടിക്കാട്ടി അതാണല്ലോ ഉന്നയിക്കുന്നത്. ഇന്ന് കൃത്യമായ മറുപടി അതിന് പ്രധാനമന്ത്രി നൽകി എന്നതാണോ താങ്കൾ കരുതുന്നത്? കേരള സർക്കാർ അവരവരുടെ ഇൻകംപീറ്റൻസ് മറച്ചുവെക്കാൻ കേന്ദ്ര ഗവൺമെന്റിനെ പഴിയായിരുന്ന ഒരു വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണെന്ന് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം നമ്മൾ ഇന്ത്യയുടെ പുരോഗതി നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ 2014 ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹം ഭാരതത്തെ നയിക്കാൻ തുടങ്ങിയതിന് ശേഷം എല്ലാ പാരാമീറ്റേഴ്സിലും റെക്കോർഡ് വളർച്ചയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ബ്രിട്ടനെ മറികടന്ന ലോകത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി. ഇന്ന് മോദിജി പിന്നെയും ഗ്യാരണ്ടി നൽകിയിട്ടുണ്ട്. അടുത്ത 2-3 വർഷത്തിൽ നമ്മൾ ജർമ്മനിയും ജപ്പാനെയും മറികടന്ന ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാവും. നമ്മൾ എല്ലാ മേഖലയിലും മുന്നേറുന്നു. പക്ഷേ കേരളത്തിൽ ഈ വികസനമൊന്നും കാണുന്നില്ല. അത് ഇവിടുത്തെ സർക്കാരിന്റെ കഴിവുകേടാണ്. പക്ഷേ ഈ സർക്കാർ അത് മറച്ചുവെക്കാൻ ഇന്ന് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു ദുരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.